നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. പൂഞ്ഞാറിലെ രക്തസാക്ഷി. അവസാന പ്രതീക്ഷയും അസ്തമിച്ചതോടെ നിലനിൽപ്പ് തേടി PC ജോർജ്. ഇടതുമുന്നണി കൈവിട്ടിട്ടും സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് മാറ്റില്ലെന്ന് സ്വയം പ്രഖ്യാപനം. മണ്ഡലത്തിൽ മറ്റൊരാളെ നിർത്തിയാലും പ്രവർത്തകരുടെ പിന്തുണ തനിക്കെന്നും ജോർജ്. ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിക്ക് പൂഞ്ഞാറിൽ ടിക്കറ്റ് നൽകിയതിന് പിന്നിൽ സ്പോൺസർഷിപ്പ്. CPM-ലെ ഒരു വിഭാഗം തന്നെ ചതിച്ചു. പാർട്ടി യോഗത്തിനു ശേഷം മറ്റ് നിലപാടുകൾ വിശദീകരിക്കാമെന്നും PC ജോർജ്. വിമർശിച്ച് മൊഹന്തി. വിവാദ ഭൂമി ഇടപാടുകളിൽ സർക്കാരിന് ചീഫ് സെക്രട്ടറിയുടെ വിമർശനം. പദ്ധതികൾക്ക് അനുമതി നൽകുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടത് മന്ത്രിസഭായോഗത്തിൽ. ഉദ്യോഗസ്ഥർ ചെയ്തത് കുറിപ്പെഴുതുക മാത്രമെന്നും PK മൊഹന്തി. അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് നടപ്പാക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ഇടുങ്ങിയ വ്യാഖ്യാനമെന്ന് ചീഫ് സെക്രട്ടറി. ഇതിനെതിരെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും മൊഹന്തി. തിരഞ്ഞെടുപ്പിനൊരുങ്ങി കേരളം. മാതൃകയാകാൻ ചെമ്പട. സീറ്റ് തർക്കങ്ങൾ വഴിമുടക്കിയ LDF-ൽ മണ്ഡല വിഭജനത്തിന് അന്തിമരൂപം. CPM 92 സീറ്റിലും CPI 27 സീറ്റുകളിലും മത്സരിക്കും. JDS-ന് 5ഉം NCPക്ക് 4ഉം INL-ന് 3ഉം സീറ്റുകൾ. പുതുതായി മുന്നണിയിലേക്കെത്തിയ ജനാധിപത്യ കേരള കോൺഗ്രസിന് 4 സീറ്റ്. ഇടത് പിന്തുണ പ്രതീക്ഷിച്ച PC ജോർജിന് കടുത്ത നിരാശ. ഫ്രാൻസിസ് ജോർജിന് നൽകിയത് പൂഞ്ഞാറിന് പുറമെ തിരുവനന്തപുരം, ഇടുക്കി, ചങ്ങനാശ്ശേരി മണ്ഡലങ്ങൾ. പിണക്കമർന്നെത്തിയ ഗൗരിയമ്മയുടെ JSS-നും സീറ്റില്ല. തർക്കമണ്ഡലങ്ങളായ തൃപ്പൂണിത്തുറയിൽ M സ്വരാജും വടക്കാഞ്ചേരിയിൽ മേരി തോമസും CPM സ്ഥാനാർത്ഥികൾ. അതിനിടെ എറണാകുളം ജില്ലാ കമ്മിറ്റിയിൽ വീണ്ടും അഭിപ്രായ ഭിന്നത. ഗോപി കോട്ടമുറിക്കലിനും മണിശങ്കറിനുമെതിരെ ജില്ലാ നേതൃത്വത്തിന് CN ദിനേശ് മണിയുടെ പരാതി. ബാക്കിയാകുന്ന വിഭജനം. ചർച്ചകളുടെ തുടർച്ചയിൽ എങ്ങുമെത്താത്ത സീറ്റ് വിഭജന ശ്രമങ്ങൾക്കിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇന്ന് കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റി പരിശോധന. സോണിയയുടെ അധ്യക്ഷതയിൽ മറ്റന്നാൾ ചേരാനിരുന്ന തിരഞ്ഞെടുപ്പ് സമിതി യോഗം വെള്ളിയാഴ്ചത്തേക്ക് മാറ്റി. പട്ടിക പ്രഖ്യാപനം വീണ്ടും വൈകും. കഴിഞ്ഞ തവണ മത്സരിച്ച 82 സീറ്റിന്റെ സാധ്യതാ ലിസ്റ്റുമായി സുധീരന്റെ നേതൃത്വത്തിൽ നേതാക്കൾ ഡൽഹിക്ക്. ഓരോ മണ്ഡലത്തിലേക്കും 5ഓ 6ഓ പേരുടെ പട്ടികയിൽ മുഴുവൻ സിറ്റിംഗ് MLA മാർക്കും ഇടം. ഗ്രൂപ്പ് പരിഗണനകൾക്കപ്പുറം ജയസാധ്യത മുഖ്യ മാനദണ്ഡമെന്ന് സുധീരൻ. മാണി, ജേക്കബ് ഗ്രൂപ്പുകളുമായി നടത്തിയ അവസാനവട്ട അനുരഞ്ജന ശ്രമവും പാളി. അധിക സീറ്റിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് കേരള കോൺഗ്രസ്. പൂഞ്ഞാറും കുട്ടനാടും വിട്ടു നൽകില്ല. ഉഭയകക്ഷി ചർച്ച തുടരുമെന്നും മാണി. അതിനിടെ ചോദിച്ച 4 സീറ്റുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ജേക്കബ് ഗ്രൂപ്പ്. വിദ്യാർത്ഥികൾക്ക് ജാമ്യം. ഹൈദരാബാദ് സർവകലാശാലയിലെ പ്രക്ഷോഭത്തെ തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിലായ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ജാമ്യം. മിയാപൂർ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത് 27 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കും. കസ്റ്റഡിയിൽ കഴിഞ്ഞവർ 5000 രൂപ പിഴ കെട്ടിവെക്കണം. എല്ലാ ശനിയാഴ്ചയും കോടതിയിൽ ഹാജരാകണമെന്നും ഉത്തരവ്. അവധിയിലായിരുന്ന അപ്പാറാവു ക്യാമ്പസിൽ തിരിച്ചെത്തിയതിനെ തുടർന്ന് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് മാർച്ച് 22-ന്. ഇനി ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവന് 21,160 രൂപ. വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.